ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചക്ക വെച്ചിട്ടൊരു സാധനമാണ്. ചക്ക വരട്ടിയതാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മളിതേ ഈ പഴഞ്ചക്ക വെച്ചിട്ടാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പഴഞ്ചക്ക അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പഴഞ്ചക്ക എന്ന് പറയാം, ചില നാട്ടിൽ കൂഴച്ചക്ക എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ചക്ക ഞാൻ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം സാധാരണ നമ്മൾ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ എന്താ പറയുക അതിന് വരിക്കച്ചക്ക വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പഴഞ്ചക്ക വെച്ചിട്ട് ആരും ഇതുവരെ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. സാധാരണ വരിക്കച്ചക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിത് ഞാൻ ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ട്രൈ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഷോർട്ടേജ് ആയതുകൊണ്ടിട്ട് നമ്മൾ വിറകടുപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു കട്ടിയുള്ള പാത്രത്തിലോട്ടേക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ ഈ ചക്ക വരട്ടിയതിൻ്റെ പേസ്റ്റും കൂടെ ചക്ക വരട്ടിയതിൻ്റെ പേസ്റ്റോ എന്താ ഞാൻ പറയുന്നത്, ചക്കയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, അത് മറക്കരുത്. ആ കുപ്പി നെയ്യില്ലേ, കുഞ്ഞി നെയ്യ്, അത് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചക്ക വേവുന്നവരെ നമ്മൾ ഇളക്കുകയായിരുന്നു. ചക്ക വേവുന്നവരല്ല, ഒരു 3-3.5 മണിക്കൂർ പരിപാടിയാണ്. ഈ ഇളക്കി കൈ പോകട്ടോ. പക്ഷേ റിസൾട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ചക്ക വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചെടുക്കണം. അതിൻ്റെ വീഡിയോനോട് വിട്ടുപോയി. സാറിൽ ശർക്കരപ്പാനി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് നന്നായിട്ട് ഇനി ഇളക്കുക, നന്നായിട്ട് ഇളക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അപ്പം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കുക, ഇളക്കണം. ഇതാണ് നമ്മുടെ ടോട്ടൽ ഇനി വരുന്ന പരിപാടി മൊത്തം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്പീഡ് കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ നല്ല കൈവേദന ഉണ്ടായിരുന്നു. ഓക്കെ, ഇളക്കി നന്നായിട്ട് ഇപ്പോൾ തിക്കായി വരുന്നുണ്ടോ നിങ്ങൾ? അതിലോട്ടേക്ക് ഞാൻ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടേക്ക് ഒരു നുള്ളുപ്പും കൂടെ, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് മൊത്തം നമ്മൾ ഇളക്കുക, അങ്ങോട്ട് കൈ വിടാതെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി മൊത്തം നിങ്ങൾ കാണാൻ പോകുന്ന ഇളക്കൽ മാത്രം കേട്ടോ. ഇത് അങ്ങനെ കട്ടിയായി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഏകദേശം ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇപ്പോൾ ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ടല്ലേ, അത് സൂക്ഷിക്കണം. ഈ ഒരു ടൈമിൽ നമ്മുടെ കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഇപ്പോൾ ഇത് ഇത്രയും കട്ടിയായിട്ടുണ്ട്, ഇതൊന്നും പോരാ, ഇനിയും കുറച്ചുകൂടെ കട്ടിയാവാനുണ്ട്. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സ്പൂണിൽ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടോ, അത് വിട്ട് വരാത്ത രീതിക്ക് വരെ നല്ല കട്ടിയായിരിക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു. അപ്പോൾ ഇതേ നല്ല തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ആ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. നമ്മൾ ആ പാത്രത്തിൻ്റെ പാത്രം ഏകദേശം ഫുൾ ഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പരിവായിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റട്ടെ. ഇതാട്ടോ അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് പഴഞ്ചക്ക തന്നെ പഴുത്തിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഞാൻ കഴിക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. കഴിക്കുമ്പോൾ കണ്ടാൽ നിങ്ങൾ നോക്കിയോ, അടിപൊളി എന്നൊക്കെ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കരുത്. ടാറ്റാ.